Hello everyone, welcome back to Liter Hurdles. Let's learn together. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രേസസ് വാട്ട് ആർ ദേ ആണ്. ആദ്യമായിട്ട് എന്താണ് ഫ്രേസസ് എന്ന് നോക്കാം. വാട്ട് ഈസ് എ ഫ്രേസ്? എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിതൗട്ട് എ ഫൈനൈറ്റ് വെർബ് ബട്ട് വിത്ത് വെർബൽ എലമെൻറ്റ്സ് വിത്ത് എ മീനിങ്. ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിലും ഈ കാര്യങ്ങളും കൂടി ഓർത്തു വച്ചേക്കുക. ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇറ്റ് ഈസ് മീനിങ് It has no finite verb, but there may be verbal elements. It functions like a noun, an adjective, or like an adverb. It is not sentence-like with a subject and predicate of its own. സാധാരണ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പല വാക്കുകൾ ചേർന്നുണ്ടാവുന്ന വലിയ ഗ്രൂപ്പിനെയാണ്, അല്ലേ? എന്നാൽ വാക്കുകളുടെ ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കുന്ന വാക്കുകളുടെ ഒരു ചെറിയ ഗ്രൂപ്പിനെ ഫ്രേസസ് എന്ന് പറയുന്നു. ഫ്രേസസിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അവയിൽ ചില വേർബൽ എലമെൻറ്റ്സ് ഉണ്ടാവുമെങ്കിലും കൃത്യമായ വേർബ് ഉണ്ടാവില്ല. ഫ്രേസസ് ചിലപ്പോൾ നൗണിനെ പോലെയും അഡ്ജക്റ്റീവിനെ പോലെയും ആഡ്വേർബിനെ പോലെയും ഒക്കെ ഫങ്ഷൻ ചെയ്യാറുണ്ട്. ഇതൊന്നും കേട്ട് ടെൻഷൻ ആവേണ്ട, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഫ്രേസസിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ. സാധാരണ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നതിൽ ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവാറുണ്ട്, അല്ലേ? എന്നാൽ ഫ്രേസസ് എന്നതിൽ സാധാരണ സെൻറ്റൻസുകളിൽ ഉണ്ടാവാറുള്ള സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് റിലേഷൻ ഉണ്ടാവാറില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ വാട്ട് ഈസ് എ ഫ്രേസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം എന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് ഫ്രേസസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു സംഭവമാണ് ക്ലോസ്. ഇത് രണ്ടും ഒരുപോലെയുള്ള സംഭവമാണ്. ഇതിൽ ഫ്രേസ് ഏതാണ് ക്ലോസ് ഏതാണെന്ന് ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാം. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ബോത്ത് ഫ്രേസസ് ആൻഡ് ക്ലോസസ് ആർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ മീനിങ് ഫുൾ. അതായത് ഫ്രേസും ക്ലോസും മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കുന്ന വാക്കുകളുടെ ഒരു ചെറിയ ഗ്രൂപ്പാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കാം. ഇൻ ഫ്രേസ് ദർ ഇസ് നോ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. അതായത് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഫ്രേസിൽ ഉണ്ടാവില്ല. എന്നാൽ ക്ലോസിൽ ദർ ഈസ് എ സബ്ജക്റ്റ് ആൻഡ് വെർബ് കോമ്പിനേഷൻ. അപ്പോൾ മനസ്സിലാക്കുക, തന്നിരിക്കുന്ന ചെറിയ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ക്ലോസ്. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ദാറ്റ്സ് എ ഫ്രേസ്. അപ്പോൾ ഫ്രേസിനെയും ക്ലോസിനെയും തമ്മിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് ഫ്രേസിന് എക്സാമ്പിൾ നോക്കാം. ഇവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റീഡിങ് എ ബുക്ക്, വെയിറ്റിംഗ് ഫോർ ദ മൂവി, അലോങ് ദ റോഡ്. ഇവയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. ഫസ്റ്റ് എക്സാമ്പിളിൽ റീഡിങ് എ ബുക്കിൽ റീഡിങ് എന്ന് പറയുന്ന ഒരു വെർബാണ്. പക്ഷേ ഈ സെൻറ്റൻസിൽ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അല്ലേ? അടുത്ത 2 എക്സാമ്പിൾസിലും സെയിം തന്നെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വൺസ് മോർ, ഫ്രേസ് ഈസ് മിയർലി എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിതൗട്ട് എ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. ഇനി അടുത്തത് ക്ലോസിലേക്ക് പോവാം. ക്ലോസിന് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. മോം പ്രിപ്പയർഡ് ഫുഡ്, വാട്ട് ഹി സെഡ്, വെദർ യു ഇൻറ്റൻഡ്. ആകെ 3 വാക്കുകളുടെ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, അല്ലേ? പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് എക്സാമ്പിളിൽ മോം എന്നത് സബ്ജക്റ്റും പ്രിപ്പയർഡ് എന്നത് വെർബും. സോ ഇത്തരത്തിൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷനുള്ള വാക്കുകളുടെ ഒരു ചെറിയ ഗ്രൂപ്പിനെ ക്ലോസ് എന്ന് പറയുന്നു. നമ്മൾ ഈ ലെസണിൽ ഫ്രേസസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫ്രേസസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നമ്മൾ പലതരത്തിലുള്ള ഫ്രേസസിനെ പറ്റി പരിചയപ്പെടുന്നുണ്ട്. വെർബ് ഫ്രേസ്, പാർട്ടിസിപ്പിൾ ഫ്രേസ്, വെർബ്ലെസ് ഫ്രേസ്, നൗൺ ഫ്രേസ്, ആഡ്വേർബ് ഫ്രേസ്, ആബ്സല്യൂട്ട് ഫ്രേസ് മുതലായവയൊക്കെ. ഫ്രേസസ് എന്താണെന്നും എന്താണ് അവയുടെ പ്രത്യേകത എന്നുമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. നമ്മുടെ ടെക്സ്റ്റിൽ ഫ്രേസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അണ്ടർലൈൻ ചെയ്ത് റെഡ് കളറോട് കൂടി കൊടുത്തിരിക്കുന്നവയാണ് ഫ്രേസസ്. അവയൊക്കെ നമുക്കൊന്ന് നോക്കാം. സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ആൻഡ് വിത്ത് എ ഹാറ്റ് ബൈ ഹിസ് ഫീറ്റ് എ ബ്ലൈൻഡ് ബോയ് വാസ് ബെഗിങ് ഫോർ ആംസ്. സ്ക്രോൾഡ് ഓൺ ദ പ്ലാക്കാർഡ് നിയർ ഹിം വെയർ ദീസ് വേർഡ്സ്, ഐ എം ബ്ലൈൻഡ്, ഗിവ് മീ സംതിങ്. ദ സൺ ക്ലൈംബിംഗ് ടു ദ സെനീത്ത്, ദ ഡേ ഗ്രൂ റാദർ ഹോട്ട്. Many came passing by. All they did was looking at the placard and passed by. Though sad at heart, the boy put on a smiling face. At last a man dressed like a priest stopped by him. He read the words written on the placard. After rubbing off the words on the placard, he wrote something new there. After some time,
the boy heard the coins jingling in the bowl. Overcome by curiosity, he asked a passenger-by to read the new words on the placard. Coming close to the boy, the passenger-by said, "It reads, 'Today is a beautiful day, but I cannot see it.'" Happy and cheerful, the boy started to sing a song. Even while doing an ordinary thing, remember that there is a better way of doing things. ഈ എക്സാമ്പിളുകളിൽ നിന്നും ഫ്രേസസിനെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അവ, അല്ലേ? അതുപോലെ തന്നെ അതിനൊരു മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഇല്ല. അതുപോലെ തന്നെ വെർബൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഫൈനൈറ്റ് വെർബ് ഇല്ല. ചിലത് ടോട്ടലി വെർബ്ലെസ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നവയൊക്കെ ഫങ്ഷൻസ് ഓഫ് ഫ്രേസസിനെ കുറിച്ചാണ്. ഒന്നുകൂടെ പറയാം. സം ഓഫ് ദം ഹാവ് വെർബൽ എലമെൻറ്റ്സ് ബട്ട് ദേ ആർ നോട്ട് എ ഫൈനൈറ്റ് വെർബ്. Some of them are totally verbless. Most of the phrases given in previous slide do the functions of adverb, but some of them functions as nouns or adjectives. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിളുകളിലുള്ള ഫ്രേസസുകളിൽ ചിലത് ആഡ്വർബിൻ്റെയും ചിലത് നൗണിൻ്റെയും ചിലത് ആഡ്ജക്റ്റീവിൻ്റെയും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ ഫ്രേസസിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെർബ് ഫ്രേസിനെ ഒന്ന് നോക്കാം. വെർബ് ഫ്രേസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ഫൈനൈറ്റ് വെർബ് എന്നും രണ്ട് നോൺ ഫൈനൈറ്റ് വെർബ് എന്നും. ഫ്രേസിൽ ഈസ്, ആം, ആർ തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ അവ ഫൈനൈറ്റ് വെർബാണ്. ദാറ്റ് ഈസ് ഫൈനൈറ്റ് വെർബ് ഈസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് പേഴ്സൺ, നമ്പർ, ടെൻസ്. ഇനി അതുപോലെ തന്നെ നോൺ ഫൈനൈറ്റ് വെർബ്സിൽ ബി, ബീങ്, ബീൻ എന്നിവയൊക്കെ ഉണ്ടാവും. നോൺ ഫൈനൈറ്റിൽ ദർ ഈസ് നോ സ്പെസിഫിക് പേഴ്സൺ, നമ്പർ ഓർ ടൈം. ഇപ്പോൾ വെർബ് ഫ്രേസിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് മനസ്സിലായില്ലേ? അതിൽ തന്നെ ഫൈനൈറ്റ് വെർബ്, നോൺ ഫൈനൈറ്റ് വെർബ് ഇവയൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതായി വെർബ്ലെസ് ഫ്രേസ് നമുക്ക് നോക്കാം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെർബ്ലെസ് ഫ്രേസിൽ വെർബ് ഉണ്ടാവില്ല. വെർബ്ലെസ് ഫ്രേസിന് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് റെഡ് കളറിൽ ചുവടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കി വരാം. വെർബ്ലെസ് ഫ്രേസ്. ദർ ഇസ് നോ വെർബ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. എക്സാമ്പിൾ: When young, Blunt the donkey was a champion. Though still strong in limbs, he knew his prime was gone. Whether right or wrong, children pelted stones at the donkey. When, at the nadir of hope, people and animals grew stupid. All the phrases in the above examples are verbless phrase. ഈ എക്സാമ്പിളുകളിലൊക്കെ വെർബ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സോ ഇത്തരം ഫ്രേസിനെയാണ് വെർബ്ലെസ് ഫ്രേസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നൗൺ ഫ്രേസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെയും പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇറ്റ് ഹാസ് എ നൗൺ. തന്നിരിക്കുന്ന 3 എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഐ ആം ബിസി റൈറ്റിംഗ് എ നോവൽ. സ്ട്രീറ്റ് ഫുൾ ഓഫ് ഡോഗ്സ്. ദോസ് 2 സ്മോൾ ട്രീസ്. ഇവയിലൊക്കെ ഓരോ നൗണിനെ നമുക്ക് കാണാനാവും, അല്ലേ? നോവൽ, ഡോഗ്സ്, ട്രീസ് ഒക്കെ ഈ എക്സാമ്പിൾസിലെ നൗണാണ്. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഫ്രേസിൽ ഒരു നൗൺ ഉണ്ടെങ്കിൽ അവ നൗൺ ഫ്രേസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ്വർബ് ഫ്രേസ് ആണ്. ഇവിടെയും ആഡ്വർബ് ഫ്രേസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. എന്താണ്? ഇറ്റ് ഹാസ് ആൻ ആഡ്വർബ്. അപ്പോൾ ആഡ്വർബ് ഫ്രേസിന് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. വാട്ട് എവർ യുവർ പ്രോബ്ലം, ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ. ബീങ് എ മാൻ ഓഫ് വിസ്ഡം, ഹി ഈസ് സോട്ട് ആഫ്റ്റർ ബൈ ഹിസ് നൈബേഴ്സ്. Rather than sitting quiet at home, he preferred to work in an office. The weather having improved, we resumed the game. These are examples for adverb phrase. This phrase has an adverb and that is given priority. അടുത്തതായി adjectival phrase നമുക്ക് നോക്കാം. ഇതിൽ adjective ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ adjectiveന് ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്യുന്നു. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. At last a man dressed like a priest stopped by him. I want to grow strong in limb and strong in mind. Here the primary importance is to the adjectives. Hence it is called adjectival phrase. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആണ്. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 2 തരമുണ്ട്, അല്ലേ? ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിളും മറ്റൊന്ന് പ്രസൻറ്റ് പാർട്ടിസിപ്പിളും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ en, ed, t മുതലായവയിൽ അവസാനിക്കുന്നു. For example, fallen, walked, learnt, etc. Present participle അവസാനിക്കുന്നത് ing യിലായിരിക്കും. എക്സാമ്പിൾ റീഡിംഗ്, ഡാൻസിങ്, etc.
If those things want to be a phrase, it has to act as an adjective in a sentence. A participle acting as an adjective is called participle phrase. അതായത് ഇവയ്ക്കൊരു ഫ്രേസ് ആകണമെന്നുണ്ടെങ്കിൽ അഡ്ജക്റ്റീവിനെ പോലെ ആക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവയെ പാർട്ടിസിപ്പിൾ ഫ്രേസ് എന്ന് പറയുന്നു. പാർട്ടിസിപ്പിൾ ഫ്രേസിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹാവിങ് സെഡ് അൺകൈൻഡ് തിങ്സ് അബൌട്ട് ഹിം, യു കനോട്ട് ജസ്റ്റിഫൈ യുവർ കോണ്ടാക്ട്. ഇവിടെ നമ്മൾ ഹാവിങ് ING ഫ്രേസ് ചേർത്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ആൻഡ് വിത്ത് എ ഹാറ്റ് ബൈ ഹിസ് ഫീറ്റ് എ ബ്ലൈൻഡ് ബോയ് വാസ് ബെഗിങ് ഫോർ ആംസ്. ഈ സെൻറ്റൻസും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സിറ്റിംഗ് എന്ന അവിടെ ഒരു ING ഫ്രേസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി സ്ക്രോൾഡ് ഓൺ ദ പ്ലാക്കാർഡ് നിയർ ഹിം വെർ ദ വേർഡ്സ് ഐ ആം ബ്ലൈൻഡ് ഗിവ് മീ സംതിങ്. ഇവിടെ സ്ക്രോൾഡ് ED ഫ്രേസ് ചേർത്തിട്ടാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പിൾ ഫ്രേസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ആൻഡ് ഫൈനലി ഇനി നമുക്ക് നോക്കാനുള്ളത് ആബ്സല്യൂട്ട് ഫ്രേസസ് ആണ്. ഇവിടെ ആബ്സല്യൂട്ട് ഫ്രേസിനെ കണ്ടാൽ ഒരു ക്ലോസ് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊരു ക്ലോസ് അല്ല കേട്ടോ. ക്ലോസ് ആയിട്ട് തോന്നുമെന്ന് പറയാൻ കാരണം ഇതിലൊരു സബ്ജക്റ്റും പാർഷ്യലായി ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ ഇത് ഫ്രേസ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ദ സൺ ക്ലൈംബിംഗ് ടു ദ സെനീത്ത്, ദ ഡേ ഗ്രൂ റാദർ ഹോട്ട്. ഇവിടെ സൺ എന്നത് സബ്ജക്റ്റും ക്ലൈംബിംഗ് എന്നത് പ്രെഡിക്കേറ്റുമാണ്. സോ ഇത്തരത്തിലുള്ളവയായിരിക്കും ആബ്സല്യൂട്ട് ഫ്രേസസ്. അപ്പോൾ ഇത് കാണുമ്പോൾ ക്ലോസ് പോലെ തോന്നുമെങ്കിലും ഇത് ക്ലോസ് അല്ല, ഇത് ആബ്സല്യൂട്ട് ഫ്രേസ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് എക്സസൈസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡാഷ് ഷീ പ്രേഡ് ഫെർവെൻ്റ്ലി ടു ഹർ ഫേവറേറ്റ് ഗോഡ്. ഫിൽ ഇൻ ദ ഗ്യാപ്പ് വിത്ത് ആൻ ING ഫ്രേസ്. ഇവിടെ ING ഫ്രേസ് യൂസ് ചെയ്തിട്ട് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഫ്രേസ് INGയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്രേസ് അവിടെ ആഡ് ചെയ്യാം. എൻ്റെ ആൻസർ എങ്ങനെയാണ്? വാക്കിംഗ് ബാക്ക് ടു ദ ഹോം ഷീ പ്രേഡ് ഫെർവെൻ്റ്ലി ടു ഹർ ഫേവറേറ്റ് ഗോഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് he forgot himself and shouted at the manager. Fill in with a past participle phrase. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന ആൻസർ ഇങ്ങനെയാണ്: ഷോക്ക്ഡ് ബൈ ദ ലോസ് ഇൻ ദ ബിസിനസ്, ഹി ഫോർഗോട്ട് ഹിംസെൽഫ് ആൻഡ് ഷൗട്ടഡ് അറ്റ് ദ മാനേജർ. ഇനി തേർഡ് വൺ, ദ സൺ വാസ് സെറ്റിംഗ് ഇൻ ദ വെസ്റ്റ് വെൻ ദ ബേർഡ്സ് റിട്ടേൺഡ് ടു ദെയർ നെസ്റ്റ്. മേക്ക് ഇറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് യൂസിങ് ആൻ ആബ്സല്യൂട്ട് ഫ്രേസ്. പ്ലീസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫ്രേസാണ് കേട്ടോ. അതിൻ്റെ ആൻസർ ഇങ്ങനെ വരും: ദ സൺ സെറ്റിംഗ് ഇൻ ദ വെസ്റ്റ്, ദ ബേർഡ്സ് റിട്ടേൺഡ് ടു ദെയർ നെസ്റ്റ്. ആബ്സല്യൂട്ട് ഫ്രേസ് ഉപയോഗിച്ച് അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? ഫോർത്ത് വൺ, ഡാഷ് ദ മാൻ സാറ്റ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ഡാഷ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് എ ഫ്രേസ് ബിഗിനിങ് വിത്ത് അൻ ആഡ്വർബ്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഫ്രേസ് ആഡ്വർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എൻ്റെ ആൻസർ ഇങ്ങനെയാണ്: വൈൽ അറ്റ് റെസ്റ്റ് ദ മാൻ സാറ്റ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ഫെൽ അസ്ലീപ്. ഇനി ഫിഫ്ത്ത് വൺ, ഷി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ലെക്ചർ ബിക്കോസ് ഷി വാസ് ഇൽ. മേക്ക് ഇറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് യൂസിങ് എ ഫ്രേസ്. അപ്പോൾ ഏത് ഫ്രേസ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, യൂസിങ് എ ഫ്രേസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ സെൻറ്റൻസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം: ബീങ് ഇൽ, ഷി ഡിഡ് നോട്ട് അറ്റൻഡ് ദ ലെക്ചർ. അടുത്തത് സിക്സ്ത് വൺ, ദോ ഹി വാസ് ഇൽ, ഹി റെഫ്യൂസ്ഡ് ടു ടേക്ക് റെസ്റ്റ്. മേക്ക് ഇറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് യൂസിങ് എ ഫ്രേസ് ഇൻസ്റ്റെഡ്. ഇതും അതുപോലെ തന്നെയാണ്, സിമ്പിൾ സെൻറ്റൻസ് ആക്കുക, അതുപോലെ ഒരു ഫ്രേസ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഇൽ, ഹി റെഫ്യൂസ്ഡ് ടു ടേക്ക് റെസ്റ്റ് എന്ന് നമുക്കതിനെ സിമ്പിളാക്കി മാറ്റാം. ഇനി സെവൻത്ത് വൺ, വെൻ ഹി വാസ് യങ്, ഹി വാസ് എ ഗുഡ് ലുക്കിംഗ് ചാപ്പ്. മേക്ക് ഇറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് യൂസിങ് എ വെർബ്ലെസ് ഫ്രേസ്. അപ്പോൾ ഒരു വെർബ്ലെസ് ഫ്രേസ് യൂസ് ചെയ്തിട്ട് ഇതിനൊരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും: വെൻ യങ്, ഹി വാസ് എ ഗുഡ് ലുക്കിംഗ് ചാപ്പ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്തു പഠിക്കുക. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലിറ്റർ ഹാർഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.